ഹായ് ചങ്ങന്മാരെ, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു നിഷ്പക്ഷ മുഖംമൂടി അണിഞ്ഞ ഒരു വ്യക്തിയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അഖിൽ മാരാർ, ബിഗ് ബോസ് വിജയി, സിനിമാ സംവിധായകൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഇപ്പോൾ ഉദ്ഘാടന മാമാങ്കത്തിന്റെ ആരാധ്യ പുരുഷൻ, അങ്ങനെ പല പല റോളുകളിൽ അറിയുന്നതാണ്. പലരുടെയും വിചാരം ഇയാളൊരു നിഷ്പക്ഷനാണെന്നാണ്. ഞാനതാ പറയുന്നത്. പക്കാ സംഖ്യകൾ ആദ്യം ഇങ്ങനെ നിഷ്പക്ഷന്റെ പോലെ ഇരിക്കുക ചെയ്യാം. അവർക്ക് അവസരം വരാൻ തുടങ്ങുമ്പോൾ, അവർക്ക് കാലുകുത്താൻ സമയമായി എന്നറിയുമ്പോൾ അവർ കൃത്യമായ സമയത്ത് അവരെ സംഗീതം കാണിക്കും. മൂപ്പർ നമ്മളെ എമ്പുരാനെ കുറിച്ച് കുറേയേറെ കാര്യങ്ങൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞിന്. മൂപ്പർ പിന്നെയും വന്നിട്ട് എമ്പുരാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. താത്വിക അവലോകനം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു സിനിമയുടെ സംവിധാനമാണ് മൂപ്പർ. താത്വിക അവലോകനം എത്ര ആൾ കേട്ടെന്നറിയില്ല. നമ്മളെ ഓസ്കാർ അവാർഡിന് കൊണ്ടുപോയി ജസ്റ്റ് മിസ്സായി പോയിന്. ചവറ്റുകൂട്ടലിട്ട് ജസ്റ്റ് മിസ്സിന് ചവറ്റുകൂട്ടൽ വീണുപോയതാണ്. അത്രയും മികച്ചൊരു സിനിമയുടെ സംവിധായകനാണ്. വേറൊരു സിനിമയെ കുറിച്ച് കുറ്റം പറയുന്നത്. നമുക്ക് ആ മൂപ്പർ ഡയലോഗുകൾ കേൾക്കാം. ജനതക്കിടയിൽ രാഷ്ട്രീയ ഭേദമന്യേ ഇതൊരു പാർട്ടിനെ സംബന്ധിച്ചല്ലേ വരുന്നത്. പാർട്ടിയിൽ അത് മതമാക്കി മാറ്റുന്നത് അടിസ്ഥാനപരമായിട്ട് ഈ രാജ്യത്തെ BJP ചെയ്ത കലാപത്തെക്കാൾ ഉപരി അവിടുത്തെ ഹിന്ദുത്വ തീവ്രവാദികൾ ചെയ്ത കലാപം എന്ന് തന്നെയാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത്. BJP രാജ്യത്ത് ഒരു കലാപം സൃഷ്ടിച്ചു എന്ന് ഏതെങ്കിലും സംഘടന പറഞ്ഞാൽ നിനക്കറിയാവോ? BJP രാജ്യത്ത് കലാപം സൃഷ്ടിച്ചതായിട്ട് ഏതെങ്കിലും സംഘടന പറയുന്നത് കേട്ടെന്നല്ല ജയിക്കുന്നത്. ഇവൻ ഈ ഇന്ത്യയിലല്ലേ, ഇവൻ വേറെ ഏത് രാജ്യത്താണ്? നരേന്ദ്രമോദി ഇതിന്റെ പിന്നിലുണ്ടെന്ന് ഏതെങ്കിലും സംഘടന പറഞ്ഞു? എന്റെ അറിവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എതിർക്ക് സംസാരിക്കും. നരേന്ദ്രമോദി ക്ലീൻ ചിറ്റാണ്. നരേന്ദ്രമോദി ഗുജറാത്ത് കലാപത്തിന് ഇവനോട് എന്താ പറയാ? ബാബാ ബജരംഗിനെ പറ്റി ഇവൻ അറിയാമോ? ബാബാ ബജരംഗി ഒളിക്യാമറയിൽ പറഞ്ഞതാ നരേന്ദ്രപ്രസാദ് എന്നല്ല പറഞ്ഞിന്. ഇതിന് നേതൃത്വം നൽകിയത്, എല്ലാം സഹായം ചെയ്തത് നരേന്ദ്രപ്രസാദ് എന്നല്ല. ഈ മൊണ്ണക്കറിയാം, പക്ഷെ എന്നാലും വിട്ടുകൊടുക്കൂല. പിന്നെ അതുകൊണ്ട് അപ്പുറത്ത് പറയുന്ന ഇപ്പുറത്ത് സാധനമുണ്ട്. പക്ഷെ അത് ഈ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ് എന്ന് പറയണമെങ്കിൽ നമ്മളെ തെളിവ് വേണം. തെളിവല്ലടാ വേണ്ട, നട്ടെല്ല് വേണം. തെളിവല്ല ഒരുപാടുണ്ട്. നട്ടെല്ല് വേണം അത് പറയാൻ വേണ്ടി. അത് പൃഥ്വിരാജിനുണ്ട്, മുരളി ഗോപിക്കുണ്ട്, നിനക്കില്ല. സുപ്രീം കോടതിയുടെയോ രാജ്യത്തെ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെയോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവണം നമുക്ക് മുമ്പിൽ. നമ്മൾ വിവരക്കേട് വിളിച്ചു പറയുന്നത്. ഏത് അന്വേഷണ ഏജൻസിയാ വേണ്ടേ? ബാബാ ബജരംഗിന് 7 വർഷം തടവിന് 7 വർഷം കഴിഞ്ഞിട്ട് പുറത്തിറക്കിയ നരേന്ദ്രമോദി സർക്കാരിനെ പിടിക്കണ്ടേ? വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടറായിരിക്കെ ഈ ഗുജറാത്ത് കലാപത്തിൽ 100ഓളം സ്ത്രീകളുടെ, മുസ്ലിം സ്ത്രീകളുടെ വയറ് കീറി കൊന്ന സ്ത്രീയാണ് വനിതാ ശിശുക്ഷേമ മന്ത്രിയായിട്ട് ഗുജറാത്തിൽ ഇരുന്നത്. ഇവനെന്നിട്ട് തെളിവ് വയ്ക്കുന്നതാണ്. ആ നാട്ടിൽ പോലീസ് അന്വേഷണം നടത്തിയിട്ടും CBI അന്വേഷണം നടത്തിയിട്ടും നരേന്ദ്രമോദിനെ പിടിക്കും. ഇപ്പം അറിയുന്ന അതായത് ഇതെല്ലാം കണ്ടിട്ട് സന്തോഷിക്കുന്ന തൈക്കോയാണ് പുള്ളി. എന്ത് നിലപാട്? നാട് മുഴുവൻ കലാപം നടക്കുന്നു, നാട് മുഴുവൻ മനുഷ്യൻ തമ്മിലടിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്ന് പറഞ്ഞാൽ എവിടെ തമ്മിലടിക്കുന്ന നീ മലരം പറയുന്നു? സംഘികൾക്ക് ചൊറിച്ചിലുണ്ട് എന്നല്ലാണ്ട് മനുഷ്യന്മാരുടെ തമ്മിലടിക്കുന്നു. സംഘികൾ തമ്മിലടിക്കുന്നു. ഇല്ലാണ്ട് എന്തെന്ന് സംഘികൾക്ക് നീ പറഞ്ഞാൽ ഉറപ്പൊന്നുമില്ല. മനുഷ്യന്മാർ കൃത്യമായിട്ട് ഈ സിനിമ കാണുന്നുണ്ട്. നിന്റെ മൊണ്ണ സിനിമ പോലെയല്ല, നല്ല സിനിമയാന്ന് കാണുന്നുണ്ട്. ഒരാളെ നിലപാടാണ്. എനിക്കത് തോന്നുന്നില്ല ഇതൊരു നിലപാടായിട്ട്. നമ്മുടെ ഇപ്പൊ മാപ്പ്, എല്ലാവരും ഇവിടെ മാപ്പ് എഴുതി സംഖ്യ സവർക്കറ എന്ത് ആ മാപ്പ് എന്ന് പറയുന്നത് ഈ ഒരു മനുഷ്യന്റെ ഏറ്റവും മഹത്തായി ചെയ്യുന്ന കഥയാണ്. അതാണ് സംഘിക്ക് മാപ്പ് ഒപ്പം മഹത്തരാണ്. ഇതാണ് ഇവ സംഖ്യ എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവട്ട മാപ്പ്. മുരളി ഗോപി വന്നിട്ട് മാപ്പ് പറയണം. ഇവന്റെ തന്തിയാ മുരളി ഗോപി മാപ്പ് പറയാൻ വേണ്ടിട്ട്. അന്തസ്സും ആണത്തുള്ള മനുഷ്യനയാള്, നിലപാടുണ്ടായേക്ക് മാപ്പ് പറയുന്നു. കോപ്പ് പറയും. നീ കാത്തിരിക്കും, നീ ചൊറിഞ്ഞോണ്ടിരിക്കടാ. അതായത് നമ്മളൊരു മാപ്പ് പറഞ്ഞാൽ ആ മാപ്പ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ കെട്ടടങ്ങുമെങ്കിൽ മാപ്പ് എന്ന് പറയുന്നത് ഏറ്റവും മൂല്യമുള്ള ഒന്നാണ്. ഇവന്റെ സവർക്കർ മാപ്പ് പറഞ്ഞോണ്ട് ഇന്ത്യക്ക് സാധനം കിട്ടിയെന്ന് ഇവൻ പറഞ്ഞു വരുന്നു. മൂല്യമുള്ള സാധനം ഉളുപ്പുണ്ടെന്നായി. ചെയ്യാത്ത തെറ്റിന് മാപ്പ് പറയുന്നതല്ല ആണത്തം, ചെയ്ത തെറ്റിനാണ്. എന്ത് തെറ്റാണ് ചെയ്തേ മുരളി ഗോപി? ഒരു സിനിമയ്ക്ക് കഥ എഴുതിയെന്ന നാണമില്ലാത്ത നാറി, ആസനത്തിൽ ആലുമുളച്ച് അതും പൊക്കി പിടിച്ച് നടക്കുന്ന നാറി. ഇവൻ മുന്നേ ബിഗ് ബോസിൽ വരുന്നതിനെയും കണ്ടില്ല കുനിഞ്ഞ് നിൽക്കല, എന്നാൽ ലുലുമാളിൽ തുണിയിലാണ്ട് നിൽക്കല എന്ന് പറഞ്ഞ നായി. എന്നിട്ട് ഉളുപ്പില്ലാണ്ട് ബിഗ് ബോസ് പോയിട്ട് മൂഞ്ചി വന്നവനെ ഇവൻ. നമ്മുടെ വ്യക്തിത്വം പറയാൻ പറ്റും. അതേസമയം നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത പ്രവൃത്തി സത്യസന്ധവും നീതിയുക്തമാണെങ്കിൽ നമ്മൾ മാപ്പ് പറയേണ്ട. അതന്നെയാണോ മൊണ്ണെ മുരളി ഗോപിയും പൃഥ്വിരാജ് മാപ്പ് പറയാത്ത? അതിന്റെ മോഹൻലാല് പറഞ്ഞിന് നാണുമാനും ഉളുപ്പില്ലാണ്ട് മുരളി ഗോപി. പിന്നെ നീ എന്തിനാ മുരളി ഗോപി മാപ്പ് പറയണം എന്ന് പറഞ്ഞു നാറിയെ? ഞാൻ എന്റെ തലവുത്തിന്ന് വളരെ എന്നെ കൊണ്ട് മാപ്പ് പറയാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. നീ ഏതെങ്കിലും ഒന്നിലും ഉറപ്പിച്ചിരിക്കുന്ന നാറി. മതം പറഞ്ഞ് മതത്തെ പരാമർശിച്ചുകൊണ്ടാണ്
ഇത് ഈ രാജ്യത്തിന് ഹിന്ദുവിനെ ഒരു പറയാൻ ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറയാം. ഹിന്ദുവിനെല്ലാം തെറ്റുണ്ടെങ്കിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും പറയാം. പിന്നെ ഒരു സിനിമയിൽ ഇന്ന ആൾക്കാർ പറയുമ്പോൾ മറ്റേ ആൾക്കാർ പറയണം എന്നുള്ളത് അതിനൊന്നും നിയമമൊന്നുമില്ല. ഒരു കഥ പറയുമ്പോൾ ആ കഥക്ക് അനുയോജ്യമായിട്ട് കൊണ്ടുപോകും. അല്ലാണ്ട് ആ കഥയിൽ മറ്റവരെയും പറയണം ഇവരെയും പറയണം എന്ന് പറഞ്ഞാൽ എന്ത് ന്യായമാണ് നീ പറയുന്നത്? കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ടെന്നും അവരുടെ എതിരഭിപ്രായങ്ങൾ ഇവിടെ വരുമെന്നും കൂടെ മനസ്സിലാക്കാനുള്ള പോകുന്നുണ്ടാവും. 82% ഹിന്ദുക്കളുള്ള രാജ്യമാണ്, 100 കോടി ഹിന്ദുക്കളുള്ള രാജ്യമാണ്. ഈ 100 കോടിയിൽ എത്ര പേര് എതിർത്തു? ഈ 82% നീ പറയുന്ന പിന്നെ ഹിന്ദുക്കളാണ്, സംഖ്യകൾ വളരെ കുറവേ ഉള്ളൂ. ഇത് ന്യൂസ് ഇന്ത്യ ഒട്ടാകെ പറഞ്ഞല്ലോ. BJP പാർട്ടി പോലും ഒരു BJP നേതാവ് എന്റെ അഭിപ്രായത്തിൽ ഞാനിത് കണ്ടില്ല. കണ്ടില്ലെങ്കിൽ നീ അറിയണം, ഇന്ന് ഗോകുലം ഗോപാലന്റെ ഓഫീസിലും വീട്ടിലും റെയ്ഡാന്ന്. എന്തിനാ ഈ സിനിമ നിർമ്മിച്ചെന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിനെയും മുരളീഗോപിനെയും പിടിക്കാൻ ഇവർക്ക് പേടിയാണ്. പക്ഷെ ഗോകുലം ഗോപാലിനെ പിടിക്കാം. എന്താണ് പിന്നെ പേടിക്കും? ഇനി വരുന്ന നിർമ്മാതാക്കൾ ഇവരെ സിനിമ നിർമ്മിക്കൂല എന്നുള്ള ആ ഒരു കളിയാ ഇവരെ. എന്ത് നാറിത്തരാന്ന്. എന്നിട്ട് ഇവൻ പറയുന്നു BJP നേതാവാണ് കോടതി ഇത് കൊടുത്തെ, ഓർഗനൈസർ RSSന്റെ മുഖപത്രാണ്, അതിലാണ് ഇതിനെതിരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ ഏത് ഊളയാടോ? അവര് സ്വീകരിക്കാൻ ഞാൻ പറഞ്ഞത് 100 കോടി ജനതയില്ലേ, 1% എത്ര? 1 കോടി എതിർത്തോ? 1 കോടിയുടെ 1% എത്ര? 1 ലക്ഷം. 1 ലക്ഷം പേര് എതിർത്തോ? അതിന്റെ 1% 10,000 എതിർത്തോ? എതിർത്തില്ല. 10,000 പോലും ലിഫ്റ്റ് വരെ ഇവന്റെ തള്ളു കേട്ടിട്ട് അടച്ചിട്ട് പോടെ ഇറങ്ങി പോടേന്ന് പറയും. പോലും ഈ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കി നമ്മൾ കണ്ടില്ല. ഇതിനെ തുടർന്ന് അത് ഏറ്റുപിടിച്ച് അതിനെ ഈ രാജ്യത്ത് ജീവിക്കുന്ന സകല മനുഷ്യനെ തലയിലോട്ട് വെച്ച് കെട്ടി, രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലയിൽ വെച്ച് കെട്ടി കാശുണ്ടാക്കുന്ന നിന്നെയും കട്ടി നാറി പരിപാടി നാരും കാണിക്കണോ? ലുലു മാളിൽ തുണി പൊന്തിച്ച് കാണിച്ച് ജീവിക്കുന്ന പറഞ്ഞ നായി ഉളുപ്പില്ലാണ്ട് ബിഗ് ബോസ് പോയ നായില്ലേ നീ? മുരളി ഗോപിനെ പഠിപ്പിക്കാൻ ഇറങ്ങി നീ കാണിക്കുന്ന നാരിത്തരം, നീ കാണിക്കുന്ന നാറിയ സിനിമ എന്നല്ല, നല്ല കഴിവുള്ള ഒരു നല്ല കാണാൻ പറ്റുന്ന ഒരു സിനിമ ഉണ്ടാക്കി. അല്ലാണ്ട് നിന്റെ തൊലിഞ്ഞ മറ്റേ താത്വിക അവലോകനമല്ല, തൊലിഞ്ഞ താത്വിക അവലോകനം പുറത്ത് കാണിക്കുന്നത്. ശരികൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംഖ്യയാണെങ്കിൽ ഞാൻ സംഖ്യ, എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന സംഖ്യയാണെങ്കിൽ ഞാൻ സംഖ്യ. നീ രാജ്യത്തിന് വേണ്ടിയില്ല, സംഖ്യക്ക് വേണ്ടി സംസാരിക്കുന്ന സംഖ്യ. രാജ്യത്തിന് വേണ്ടി സംസാരിക്കും. രാജ്യത്തിന് വേണ്ടി ഹിന്ദു സംസാരിക്കും, മുസ്ലിം സംസാരിക്കും, ക്രിസ്ത്യാനി സംസാരിക്കും, ബുദ്ധൻ സിഖ് എല്ലാവരും സംസാരിക്കും. സംഖ്യ രാജ്യത്തിന് വേണ്ടി സംസാരിക്കില്ല. സംഖ്യക്ക് വേണ്ടി മാത്രമേ സംസാരിക്കൂ. നിന്നെ പോലത്തെ നാറികൾ. ഇതൊക്കെയാണ് ഒരു സംഖ്യാവാദ മാനദണ്ഡമെങ്കിൽ അഭിമാനത്തോടുകൂടി പറയുന്നത് ഞാൻ ഒന്നാം തരം ചാണകസംഖ്യ. അതന്നെയാ പറഞ്ഞത്. ചാണക സംഖ്യയാകാൻ ഏറ്റവും വേണ്ടത് ഇന്നെപ്പോലെ മാപ്പ് പറയിലും നാറിത്തരം പറയിലും പൊട്ടത്തലും പറയില്ല. മിനിറ്റിന് കാല് മാറുക, തല മാറുക, അച്ഛനെ മാറ്റുക, 2-3 അച്ഛനുണ്ടാവുക, അതാണ് വേണ്ടത്. അത് നിനക്കുണ്ട്. പക്ഷെ മതേതരത്വത്തിന്റെ പേരിൽ BJP എതിർക്കുക എന്നതിന്റെ പേരിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള അഭിപ്രായത്തിന്റെ സത്യസന്ധമായ അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത നിശബ്ദരാക്കപ്പെട്ട ഒരു ജനതയാണുള്ളത് മാധ്യമങ്ങൾ. എടാ നിനക്ക് സിനിമ അഭിപ്രായം പറയാം, മോശാന്ന് പറയാം. പിന്നെ ഈ സംഖ്യകളെ പോലെ അതുകൂടിക്കൂടെ ഇത് ഈ കലാപം ഉണ്ടാക്കണം, മറ്റവരെ കൊല്ലുന്ന കാണിക്കണം എന്ന് പറയാൻ പാടില്ല. അതൊരു സംവിധായകന്റെ അവകാശമാണ്. സിനിമ കൊള്ളില്ല എന്ന് പറയാം, അതിലെ സംവിധാനം കൊള്ളില്ല, അതിലെ ക്യാമറ കൊള്ളില്ല, അതെല്ലാം പറയാം. പിന്നെ ആ സിനിമയിൽ കഥയിൽ മറ്റേ സാമാനം കൂടി കയറ്റണമെന്ന് പറയാം. നീ ആരാടും ഘോഷിക്കുകയാണ് ഈ സിനിമയിൽ ഇബ്രാഹിം ഖുറേഷിയുടെ കഥാപാത്രത്തിന് സ്റ്റീഫനായിട്ടുള്ള കണക്ഷനോ ബന്ധങ്ങളോ ഒന്നും കാണിക്കാതെ പത്രമാധ്യമങ്ങൾ ഇബ്രാഹിം ഖുറേഷി കൊല്ലപ്പെടുന്നത് ആഘോഷിക്കുകയാണ്. ഞാൻ അത് പറഞ്ഞ് സ്പോയിലർ ആക്കിയെന്ന്. എന്നിട്ട് അത് നീ ഇവനൊരു സിനിമ പുല്ലനായി പുല്ലൻ മരവാഴ ഇവനപ്പോഴത്തെ കുറെ എണ്ണ സംഖ്യകൾ താങ്ങി കിടക്കുന്നത് കണ്ടല്ലോ. ഇവന്റെ നിലപാട് തന്നു. ഇവനി നിഷ്പക്ഷനാന്ന് സംഖ്യല്ല എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരോടാണ്. അങ്ങനെയൊന്നും പറഞ്ഞ് നടക്കില്ല. പക്കാ സംഖ്യ. അവസരം വരുമ്പോ ഇവന്റെ ആയുധങ്ങൾ, നാറിത്തരമായ ആയുധങ്ങൾ എടുത്ത് ഇവരെല്ലാം പുറത്തിറങ്ങും. മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി, മനസ്സമാധാനത്തോടെ ജീവിക്കുന്ന മനുഷ്യനെ ഇവൻ അടക്കമുള്ള സംഖ്യകളാണ് ഇത് കുത്തിപ്പൊക്കിന് ഈ പ്രശ്നം. എന്നിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മനുഷ്യന്മാരിലൂടെ സംഖ്യക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് എന്തല്ലോ കുരുപൊട്ടേന്ന് ആ പാവപ്പെട്ട ഗോകുലം ഗോപാലിന്റെ പിന്നാലെ കൂടി ആ മനുഷ്യൻ. എന്നിട്ട് പറയുന്നത് അത് കുറെ മുന്നേ അയാളെ നമ്മൾ നോട്ടം വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോട്ടം വെച്ചിന് അയാളെ നോട്ടം വെക്കുന്നത്. നിങ്ങൾ അങ്ങനെ നോട്ടം വെക്കുന്നതിന് വെള്ളാപ്പള്ളി നടേശനെ പിടിക്കടോ. എല്ലാ മനുഷ്യനറിയാം അതുപോലത്തെ ഒരു കക്കുന്ന മനുഷ്യൻ ലോകത്ത്, അയാളെ പിടിക്കാതെ നിങ്ങൾ ഗോകുലം ഗോപാലിന്റെ പിന്നിൽ നടക്കുന്ന ഈ സിനിമ വന്നതിന് ശേഷം മാത്രം നിങ്ങൾ കുരു പൊട്ടി നാറികളെ ഉളുപ്പളക്കുന്ന ഡയലോഗ് കളക്കുന്ന നായി നിഷ്പക്ഷൻ. ഈലെന്നല്ല ലുലുമാളിന്റെ മുന്നിൽ പോയിട്ട് തുണി പൊന്തിച്ചോ കുഞ്ഞിട്ടോ നിൽക്കുന്ന നായി നീ സംഖ്യ നിഷ്പക്ഷൻ.